എഡ്വിൻ ലെറ്റ്സ് ഗോ. നമ്മൾ എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞേ? ഇവിടെ നോക്കിയേ, ഞങ്ങൾ വിറക് വറക്കാം. അപ്പോൾ എഡ്വിൻ സൺഡേ സ്കൂളിലൊക്കെ പോയിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്തിരി പണിയൊക്കെ കഴിഞ്ഞതേ, അത് കഴിഞ്ഞ് ഞങ്ങൾ വിറക് വറക്കാം. വിറക് അവിടെ ഉണങ്ങി കിടക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്തിരി വാരിക്കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് കത്തിക്കാമല്ലോ. അപ്പോൾ പൊന്നൂൻ്റെ അടുത്ത് പപ്പയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോണത്. ഇവിടെ വിറകൊക്കെ കൂടി കിടക്കണുണ്ട്. ഇത് ഇവിടെ കുറേ മരങ്ങളുടെയൊക്കെ ചോല ഇറക്കിയതാട്ടോ. അപ്പോൾ അതവിടെ അതേ ചില്ലക്കമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കുറേയൊക്കെ പറക്കി കൊണ്ടുപോയി. ബാക്കി ഇതേ ഈ കിടക്കണേ കണ്ടോ. ഇതൊക്കെ അപ്പോൾ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ചെതൽ പിടിച്ച് പോവില്ലേ. അപ്പോൾ ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് കുറച്ചായിട്ട് കൊണ്ടുപോയി നമുക്ക് തീ കത്തിക്കത്തില്ലേ കണ്ടോ. അതിൻ്റെയൊക്കെ ചോല ഇറക്കിയതാണ്. അപ്പോൾ ഒത്തിരി നാളായില്ല, എന്നാലും നല്ല വെയിലായതുകൊണ്ട് അതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടോ. കണ്ടോ, ഇത് നമ്മുടെ ഏലമൊക്കെ ആട്ടോ. കണ്ടോ, ഇത് ഇപ്പം കായെടുത്ത ഏല, മൂത്തതില്ല അതിൽ. ഉണ്ടോ ഏലക്ക പച്ച കാണാത്തവരതേ കണ്ടോ. ഇന്നത്തെ വിശേഷങ്ങളും കൂടെ പറയാം കേട്ടോ. ഇന്ന് പള്ളിയിൽ പോയി. ഉച്ചയ്ക്ക് എഡ്വിനെ സൺഡേ സ്കൂളിൽ വിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പള്ളി കഴിഞ്ഞ് വന്നു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എഡ്വിനെ കുറച്ച് പഠിപ്പിക്കാനുള്ളതൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ വെയിലൽപ്പം ആറിയിട്ടുണ്ട്. അന്നേരത്തേക്ക് ഇച്ചിരി വിറക് കൊണ്ടുപോയിട്ട് അന്നേരത്തെ ഞാനും എഡ്വിനും കൂടെ ഇറങ്ങിയതാണ്. പൊന്നൂനെ ഉറക്കി. എഡ്വിൻ കുട്ടിന് എക്സാമൊക്കെ ആവാറായതുകൊണ്ട് ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം ഫുള്ള് നോക്കി കഴിഞ്ഞില്ല, കുറച്ചും കൂടെ ചെന്നിട്ട് നോക്കാനുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് വിറക് മൊത്തം നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഒന്നിച്ച് വിറക് കൊണ്ടുപോയിടൽ നടക്കില്ല. അപ്പം നമുക്ക് പറ്റണ ഇത്തിരി ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയിടുവാണെങ്കിൽ അതല്ലേ. അതുകൊണ്ട് ഞാൻ ഇത്തിരി എടുത്തുകൊണ്ട് പോകാൻ വന്ന കേട്ടോ. അപ്പം അമ്മയ്ക്ക് കൂട്ടിന് ഞാനും വരാമെന്നും പറഞ്ഞത് എഡ്വിൻ കുട്ടനും കൂടി എൻ്റെ കൂടെ. വിറക് പെരയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വിറക് പെരയിൽ കൊണ്ടുപോയി നല്ല വിറകൊക്കെ ചെതലൊന്നും ഇല്ലാത്തത് അടുക്കി വെക്കുകയും ചെയ്യണം കേട്ടോ. അതിന് ചേട്ടായും കൂടെ കൂടിയാലാണ് പറ്റുള്ളൂ. ഞാൻ എന്നെ കൊണ്ട് തന്നെ സാധിക്കില്ല കേട്ടോ. ഈ വേനലൊക്കെ ആകുമ്പോൾ എല്ലാവരും വിറകൊക്കെ കളക്ട് ചെയ്യുന്ന സമയമല്ലേ. എന്നാലല്ലേ നമുക്ക് മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും കത്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇന്നത്തെ വേറെ വിശേഷം എന്ന് പറയുന്നത് സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് മീൻ വാങ്ങി പിള്ളേർക്ക് വറുത്ത് കൊടുക്കാൻ വേണ്ടി ബാക്കി നോമ്പല്ലേ, അതുകൊണ്ട് വേറെ സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇനി വൈകുന്നേരത്തേക്ക് പിള്ളേർക്ക് എന്തെങ്കിലും ഒന്ന് കാപ്പിക്ക് ഉണ്ടാക്കി കൊടുക്കണം. ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ. അല്ലാണ്ട് വലിയ സൺഡേ ആയാലോ എന്ന് ഓർത്ത് സ്പെഷ്യലൊന്നുമില്ല. കാരണം നോമ്പായതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയല്ലോ. അപ്പോൾ ഈ വിറകൊക്കെ കിടക്കണോടത്ത് പുല്ലൊക്കെ കയറിയായിരുന്നു. അതിൻ്റെ അടിയിൽ നിന്ന് ഞാനെല്ലാം വലിച്ച് പൊക്കിയെടുക്കും കേട്ടോ. അല്ലെങ്കിൽ ചെതൽ കയറി വന്നിട്ട് വലിയ കമ്പൊക്കെ ആയതുകൊണ്ട് ഒടിച്ച് കൊണ്ടുപോകുമല്ലേ എളുപ്പം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒടിച്ച് പറക്കി കൊണ്ടുപോകും കേട്ടോ. ഒടിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനും എളുപ്പമുണ്ടല്ലോ. വീട്ടിലേക്ക് ഇത്തിരി ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി മരവും കാര്യങ്ങളൊക്കെ ഒരിടത്തും തട്ടുമോ പറക്കുമൊന്നും ഇല്ലല്ലോ. നമുക്ക് അത്യാവശ്യം കൈകളിൽ വെച്ച് കൊണ്ടുപോയാൽ മതിയല്ലോ. ഞാൻ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ എഡ്വിൻ കയ്യിൽ പിടിക്കാൻ ഒരു കമ്പ് വേണമെന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ കയ്യിലും ഇത്തിരിയുള്ളൊരു കമ്പ് എടുത്ത് കൊടുത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്ക് മക്കൾക്ക് വേണ്ടി ഉണ്ടംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മൈദ, റവ, ജീരകം, ശർക്കര, ഉപ്പ്, ഏലക്ക, ജീരകം ഇത്ര എടുത്തത് നന്നായിട്ട് സോഡാപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് 2 മണിക്കൂറത്തേക്ക് മിക്സ് ചെയ്യാൻ വെച്ചിട്ട് പുറത്തേക്ക് ഗാർഡനിങ് കേട്ടോ. പയറും പാവലൊക്കെ മുളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ പയറിന് 2-3 ഇലയൊക്കെ ആവണം. പക്ഷേ പാവലം മുളയ്ക്കാൻ ഇത്തിരി താമസമായിരുന്നു. എന്നാലും ഇത് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം മുളച്ചു കേട്ടോ. പൊന്നൂസ് നട്ട് മുളച്ചു, എഡ്വിൻ നട്ട് മുളച്ചു കേട്ടോ. ഇനി എനിക്ക് കുറച്ച് ഗാർഡനിൽ പണിയുണ്ട്. ഇച്ചിരി ചെടിയൊക്കെ നടാമെന്ന് കരുതി. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം. കണ്ടോ, ഞാൻ ചെടി നടാൻ സെറ്റ് ചെയ്തേക്കണം കേട്ടോ. ഐഡിയ കൊള്ളാമോ? അപ്പോൾ ചേട്ടായി കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ചെടി നടുവാണെങ്കിൽ ബോൾസും 10 മണിച്ചെടിയൊക്കെ നടുവാണെങ്കിൽ ഇതിൽ തിങ്ങി ഇങ്ങനെ വരുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ കിട്ടണത് ഏതാണെന്ന് വെച്ചാൽ നടു കേട്ടോ. ഞാൻ ഇതിൽ ചാണകപ്പൊടിയും മണ്ണും കൂടെ ആയിട്ടാണ് നിറച്ചേക്കണേ. അത് കഴിഞ്ഞൊന്ന് ജസ്റ്റ് നനച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നടുവാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഒരു ലിമിറ്റേഷൻ ഉള്ളത്, നമ്മളല്ലെങ്കിൽ ചെടി നടുമ്പോൾ വേരൊക്കെ ഒന്ന് ഉറയ്ക്കണ വരെ നമ്മൾ ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുമായിരുന്നല്ലോ. പക്ഷേ ഇതങ്ങനെ മാറ്റി വയ്ക്കത്തില്ലല്ലോ. അപ്പോൾ ഇതിന് ചൂടൽ കുത്തി കൊടുക്കുവാണെന്ന് വിഷയമുള്ളൂ നട്ടിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് ഓർത്താണ് ഞാനിപ്പോൾ റെഡിയാക്കിയേക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നനച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. പൊടി മണ്ണൊക്കെ ആയിട്ടിരിക്കുമല്ലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചെടി നടാം കേട്ടോ.
ഇതിനിടയിൽ ചേട്ടായി തേങ്ങ ഇടാൻ ആളെ കൊണ്ടുവന്നത് മക്കളെല്ലാം കൂടെ തേങ്ങ ഇടാൻ പോയി കരിക്കൊക്കെ ഇട്ടു. കരിക്കൊക്കെ പൊട്ടിച്ചത് തേങ്ങ വെള്ളം കുടിച്ച് കരിക്കും പൊട്ടിച്ച് തിന്നണി ചേട്ടാ കാണുന്നത്. പൊന്നൂസ് അന്നേരത്തേക്ക് ഉറങ്ങിയൊക്കെ എണീറ്റായിരുന്നു. പൊന്നൂസും ചേട്ടായിയുടെ കൂടെ കൂടണ്ട കേട്ടോ. തേങ്ങ കരിക്ക് അവൾക്ക് വെള്ളം കുടിക്കണേ ഇഷ്ടമല്ല, അവൾക്ക് കരിക്ക് തിന്നണേ ഇഷ്ടം കണ്ടോ. തിന്നുകൊണ്ടിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ കൂടെ കൂടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ചെടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നടും. അതെ എഡ്വിനാണേ നടണേ. മുള്ളു കൊള്ളല്ലോ കേട്ടോ എഡ്വിൻകുട്ടനെ. ഞാനൊരു സൂത്രം കാണിച്ചത് കണ്ടോ. നമ്മൾ അന്ന് വാങ്ങിച്ച ബഡ് റോസ് ഉണ്ടല്ലോ, അതിൻ്റെ പൂവൊക്കെ പോയി അത് കഴിഞ്ഞ് വെട്ടിക്കഴിഞ്ഞപ്പോൾ കണ്ടോ ഒക്കെ മുളച്ചത് കണ്ടോ. ഇത് അടുത്ത പൂവ് ഉണ്ടാവണ്ട കേട്ടോ. ഈ കാടൊക്കെ നമുക്ക് പറിച്ച് കളയണം കേട്ടോ എഡ്വിനെ. ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ ഈ ബോണ്ട ഉണ്ടാക്കണതിന് ഞാൻ പഴം ചേർത്ത കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പഴവും കൂടെ മിക്സിയിലടിച്ച് ചേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതേ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കയറി വന്നപ്പോൾ പിള്ളേരൊക്കെ നന്നായിട്ട് വിശന്നാ വന്നേ. അതുണ്ടാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഒത്തിരി എണ്ണയൊന്നും ഒഴിച്ചില്ല. അപ്പോൾ 2 പേർക്കും കൂടെ 2 എണ്ണം ആദ്യം ഉണ്ടാക്കുവാണെങ്കിൽ വഴക്കുണ്ടാക്കാണ്ട് തിന്നോളൂല്ലോ. അതുകൊണ്ട് 2 എണ്ണം എടുത്ത് അത് മീഡിയം ഫ്ലെയിമിലിടണം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളിൽ നന്നായിട്ട് വേവൊന്നുമില്ല. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. റവയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഏകദേശം പാകമായി കഴിഞ്ഞു. ഞാൻ ഇതെടുക്കാൻ പോകട്ടോ. മക്കളൊക്കെ ഗാർഡനിങ് കഴിഞ്ഞ് നന്നായിട്ട് വിശന്നാ വന്നേക്കണേ. അപ്പോൾ കാപ്പി ഒന്ന് കുടിക്കാണ്ടായിട്ടോ ഗാർഡനിങ് ഇറങ്ങിയത്. അതുകൊണ്ട് ഇത് കൊടുക്കാമല്ലോ. വലിയവരൊക്കെ ഇത് കഴിക്കുമ്പോൾ ഇതിലെ എണ്ണയൊക്കെ ഇച്ചിരി പേപ്പറിൽ ഇങ്ങനെ ഒപ്പിക്കളയണം കേട്ടോ. പിന്നെ ഞാൻ ഇതുണ്ടാക്കിയേക്കണം മൈദയും കൊണ്ടാണ്, ഗോതമ്പ് പൊടിയും കൊണ്ട് ഈ സെയിം രീതിയിൽ തന്നെ ഇതുണ്ടാക്കി നല്ലതാണ്. കണ്ടോ, ഇതെടുക്കാൻ വേണ്ടി പാത്രവുമായി ക്യൂ നിൽക്കുന്നത് കണ്ടോ. ഞാൻ എടുത്തപ്പോഴത്തേക്കും കണ്ടോ 2 പേര് കുറയ്ക്കണേ. പൊന്നൂനാണെങ്കിൽ ചൂടാട്ടോ, 2 പേരുടെയും ചൂടാ. നല്ല വിശന്നാ വന്നേക്കണ പിള്ളേർ. അതുകൊണ്ടാണ് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ അവസ്ഥയായിട്ടോ പിള്ളേർക്ക്. തിന്നാനും പറ്റില്ല, തിന്നാണ്ടിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് എഡ്വിൻ കാണിക്കണുണ്ട് ചൂടായതുകൊണ്ട്. പൊന്നൂസും അങ്ങനെ ആവാൻ ഊതണ കണ്ട് ഊതി തുടങ്ങിയിട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.